നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. റവന്യൂ ഉദ്യോഗസ്ഥർ ചമഞ്ഞ് പണം തട്ടിയ സംഭവത്തിൽ സ്ത്രീ ഉൾപ്പെടെ രണ്ടുപേരെ കടയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. അഞ്ചലിലും പരിസര പ്രദേശങ്ങളിലും മോഷണം തുടരുന്നു. ഏരൂർ മഹാഗണപതി ക്ഷേത്ര ശ്രീകോവിലിൽ കടന്ന മോഷ്ടാക്കൾ ദേവിയുടെ തിരുവാഭരണങ്ങളും നിലവിളക്കുകളും കവർന്നു. മോഷ്ടാക്കളെ അമർച്ച ചെയ്യണമെന്ന് നാട്ടുകാരുടെ ആവശ്യം. കടയ്ക്കലിൽ ചിട്ടിക്കമ്പനി നടത്തി പണം തട്ടിയ സ്ഥാപന ഉടമകളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുത്തു. നിരവധി രേഖകൾ പോലീസ് പിടിച്ചെടുത്തു. വാർത്തകൾ വിശദമായി. റവന്യൂ ഉദ്യോഗസ്ഥർ ചമഞ്ഞ് പണം തട്ടിയ സംഭവത്തിൽ സ്ത്രീയടക്കം രണ്ടുപേരെ കടയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. മുഖ്യമന്ത്രിയുടെ ചികിത്സാ നിധിയിൽ നിന്നുള്ള ധനസഹായത്തിന് അപേക്ഷിച്ച് വീട്ടമ്മയെ കബളിപ്പിച്ചാണ് രണ്ടംഗ സംഘം തട്ടിപ്പ് നടത്തിയത്. ചിതറ തലവരമ്പ് നാലുമുക്ക് സീന മനസ്സിലിൽ 34-കാരനായ സജീർ, ആറ്റിങ്ങലിൽ വാടകയ്ക്ക് താമസിക്കുന്ന കണിയാപുരം MAR മനസ്സിലിൽ 33-കാരി രോഷ്നി എന്നിവരാണ് കടയ്ക്കൽ പോലീസിന്റെ പിടിയിലായത്. ചിതറ കൊല്ലായിൽ അനസ് മനസ്സിലിൽ നസീമ ബീവിയാണ് ഇവരുടെ തട്ടിപ്പിന് ഇരയായത്. നസീമ ബീവിയുടെ ഭർത്താവിന് ചികിത്സയ്ക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസഹായം അഭ്യർത്ഥിച്ച് അപേക്ഷ നൽകിയിരുന്നു. ഈ വിവരം മനസ്സിലാക്കിയ സജീർ കൊട്ടാരക്കര താലൂക്ക് ഓഫീസിൽ നിന്നാണെന്ന വ്യാജേന നസീമ ബീവിയെ ഫോണിൽ വിളിച്ചു. താൻ കൊട്ടാരക്കര താലൂക്ക് ഓഫീസിൽ നിന്ന് വിളിക്കുകയാണെന്നും ധനസഹായമായി 3 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും ഇവരെ ധരിപ്പിച്ചു. തുക വേഗം കിട്ടണമെങ്കിൽ 1 ലക്ഷം രൂപ കെട്ടിവെക്കണമെന്നും പറഞ്ഞു. ഓഫീസിലെ ജീവനക്കാരി വരുമെന്നും ഇവരുടെ കയ്യിൽ പണം ഏൽപ്പിക്കണമെന്നും പറഞ്ഞു. ജീവനക്കാരിയായി രോഷ്നി നസീമ ബീവിയുടെ വീട്ടിലെത്തുകയും പണം കൈമാറുകയും ചെയ്തു. 3 ലക്ഷം രൂപയുടെ ചെക്കും ഇവർ രോഗിയുടെ കുടുംബത്തിന് കൈമാറി. 1 മാസത്തിനകം അക്കൌണ്ടിൽ പണം എത്തുമെന്നും രോഗിയുടെ കുടുംബത്തെ തട്ടിപ്പ് നടത്തിയവർ വിശ്വസിപ്പിച്ചു. 1 മാസം അടുത്തപ്പോൾ നസീമ ബീവി ചെക്ക് മാറാൻ കടയ്ക്കൽ SBT ബാങ്കിന്റെ ശാഖയിലെത്തി. അക്കൌണ്ടിൽ സംശയം തോന്നിയ ബാങ്കിലെ ജീവനക്കാർ നസീമ ബീവിയെ വിവരമറിയിച്ചു. തുടർന്നിവർ കടയ്ക്കൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പണം കൈമാറുമ്പോൾ നസീമ ബീവി രോഷ്നിയുടെ ചിത്രം മൊബൈലിൽ പകർത്തിയിരുന്നു. മൊബൈൽ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ സജീർ പിടിയിലായി. പിന്നീടാണ് ആറ്റിങ്ങലിൽ നിന്നും രോഷ്നിയെ പിടികൂടിയത്. എന്നാൽ രോഷ്നി പോലീസിന് നൽകിയ മേൽവിലാസവും വിവരങ്ങളും തെറ്റാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. അഞ്ചലിലും പരിസര പ്രദേശങ്ങളിലും മോഷണം തുടരുന്നു. ഏരൂർ മഹാഗണപതി ക്ഷേത്ര കോവിലിൽ കടന്ന മോഷ്ടാക്കൾ ദേവിയുടെ തിരുവാഭരണങ്ങളും നിലവിളക്കുകളും കവർന്നു. മോഷ്ടാക്കളെ അമർച്ച ചെയ്യണമെന്ന് നാട്ടുകാരുടെ ആവശ്യം. ഏരൂർ മഹാഗണപതി ക്ഷേത്രത്തിലാണ് വെള്ളിയാഴ്ച രാത്രിയിൽ മോഷണം നടന്നത്. ഇത് 2ാം തവണയാണ് ക്ഷേത്രത്തിൽ മോഷണം നടക്കുന്നത്. ക്ഷേത്ര പൂജാരി ശനിയാഴ്ച രാവിലെ നട തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. 6 മണിക്ക് ഞാൻ ക്ഷേത്രം തുറക്കാൻ വരുമ്പോഴാണ് ശ്രീകോവിൽ 3 തുറന്ന നിലയിൽ കാണപ്പെടുന്നത്. ഉടൻ തന്നെ ഞാൻ ക്ഷേത്രകാലത്തെ വിവരം അറിയിക്കുകയും ചെയ്തു. 3 വഞ്ചികളും നഷ്ടമായിട്ടുണ്ട്. ശ്രീകോവിലിന്റെയും ചുറ്റമ്പലത്തിന്റെയും വാതിലുകൾ കമ്പിപ്പാരയും വിളക്കും ഉപയോഗിച്ച് കുത്തിപ്പൊളിച്ചാണ് മോഷ്ടാക്കൾ ശ്രീകോവിലിനുള്ളിൽ കടന്നത്. ശ്രീകോവിലിനുള്ളിൽ ദേവിക്ക് ചാർത്തിയിരുന്ന സ്വർണ്ണത്താലിയും സ്വർണ്ണപ്പൊട്ടും മോഷ്ടാക്കൾ കവർന്നു. 3 കാണിക്ക വഞ്ചികളും നിരവധി വിളക്കുകളും നഷ്ടമായിട്ടുണ്ട്. 2 മാസമായുള്ള കാണിക്ക തുക വഞ്ചിയിലുണ്ടായിരുന്നു. തുടർച്ചയായി അഞ്ചൽ മേഖലയിൽ നടക്കുന്ന മോഷണങ്ങളിലും സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളിലും നാട്ടുകാർ പരിഭ്രാന്തരാണ്. മോഷ്ടാക്കളെ ഉടൻ പിടികൂടണമെന്നും സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും വാർഡ് മെമ്പർ G. അജിത് ആവശ്യപ്പെട്ടു. ക്ഷേത്രത്തിലെ കവർച്ച നടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മുടെ പ്രദേശത്ത് നിരവധിയായ മോഷണങ്ങളും ഗുണ്ടാപ്രവർത്തനങ്ങളൊക്കെ കൂടി വരികയാണ്. പോലീസ് വളരെ ജാഗ്രതയായി പ്രവർത്തിക്കണമെന്നാണ് ജനപ്രതിനിധി എന്നുള്ള എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇപ്പോൾ കള്ളന്മാരുടെ എണ്ണവും സാമൂഹ്യ വിരുദ്ധരും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് അധികാരികളും കൂടെ അത് ഒന്ന് ഗൗനിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പത്തനാപുരം താലൂക്ക് സമാജം ഭരണസമിതി തിരഞ്ഞെടുപ്പ് തടസ്സപ്പെടുത്താനുള്ള മാനേജറുടെ ശ്രമം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കർമ്മസമിതി രംഗത്ത് വന്നു. വിവിധ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരെ അണിനിരത്തിയാണ് കർമ്മസമിതി തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നത്. നിലവിലെ ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞിട്ടും പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കുന്ന നടപടികൾ വൈകിയതോടെയാണ് പുനലൂരിൽ കർമ്മസമിതി രൂപീകരിച്ചത്. തുടർന്ന് കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ നിയമ പോരാട്ടം തുടർന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതി പ്രത്യേക തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയോഗിച്ചു. അഡ്വക്കേറ്റ് കമ്മീഷന്റെ നേതൃത്വത്തിൽ വരുന്ന 18-ന് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് തടയാൻ നിലവിലെ ഭരണസമിതിയിലെ മാനേജർ നീക്കം നടത്തുകയാണെന്നും ഹൈക്കോടതി ഉത്തരവിനെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ച് തെരഞ്ഞെടുപ്പിന് സ്റ്റേ വാങ്ങാനുള്ള മാനേജറുടെ ശ്രമം അവസാനിപ്പിക്കണമെന്നും കർമ്മസമിതി നേതാവ് MA രാജഗോപാൽ പുനലൂരിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പത്തനാപുരം താലൂക്ക് സമാജത്തിന്റെ ബൈല അനുസരിച്ച് 3 വർഷമാണ് ഭരണകാലയളവ്. ആ ഭരണകാലയളവ് 2009 ഡിസംബർ 12-ാം തീയതി അവസാനിച്ചു. അന്നു മുതൽ CPMന്റെ 3 അംഗങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ച്
ഈ തുക ബാങ്കിൽ ഇടണമെന്നും ആവശ്യപ്പെട്ട് രേഖാമൂലം ഇവർക്ക് കത്ത് കൊടുത്തു. എന്നാൽ നിർഭാഗ്യവശാൽ അവർ തെരഞ്ഞെടുപ്പ് നടത്താൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഈ ചിരപുരാതനമായിട്ടുള്ള 100 കോടിയിലധികം രൂപയുടെ ആസ്തിയുള്ള പത്തനാപുരം താലൂക്ക് സമാജം തന്നെ ഇല്ലാതാക്കുകയും അവർ രഹസ്യമായി ഒരു പുതിയ ബയല ഉണ്ടാക്കി പത്തനാപുരം താലൂക്ക് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റിക്ക് രൂപം കൊടുത്തിരുന്നു. ഇതിന് താലൂക്ക് സമാജം അംഗങ്ങളുടെയോ താലൂക്ക് സമാജം ഭരണസമിതിയുടെയോ താലൂക്ക് സമാജത്തിന്റെ പൊതുയോഗത്തിന്റെയോ അംഗീകാരം ഉണ്ടായിരുന്നു. അടിയന്തരമായി പഴയ ബയല അനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് പുനലൂർ മുനിസിപ്പൽ കോടതി ഉത്തരവിടുകയും. അങ്ങനെ കോടതി തന്നെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയോഗിച്ചു. എന്തുകൊണ്ടാണ് ഇത് വന്നേ? ബയല അനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ ഭരണസമിതി തയ്യാറാവാത്തതുകൊണ്ട്. ആ സമയത്ത് തെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് അംഗങ്ങളുടെ മെമ്പർഷിപ്പ് രജിസ്റ്റർ ഉണ്ടാക്കുമ്പോൾ ഐഡന്റിറ്റി കാർഡ് കൊടുക്കും. ഐഡന്റിറ്റി കാർഡ് ഒരു അംഗത്തിന് ഇഷ്യൂ ചെയ്യുമ്പോൾ ഫോട്ടോ പതിപ്പിച്ച ഒരു രജിസ്റ്റർ അവിടെ സൂക്ഷിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിലെ തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ താലൂക്ക് സമാജ അധികാരികളോട് റെക്കോർഡുകൾ ആവശ്യപ്പെട്ടപ്പോൾ സെക്രട്ടറി പറഞ്ഞത് ഈ രേഖ കാണുന്നില്ലെന്നാണ്. ഈ രേഖ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് നടക്കത്തില്ല. ഇതിനെ തുടർന്ന് ഈ തെരഞ്ഞെടുപ്പ് നടത്താൻ അസാധ്യമാണ് എന്ന് കാണിച്ച്, അല്ലെങ്കിൽ റെക്കോർഡുകൾ കിട്ടിയില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല എന്ന് കാണിച്ച് മുനിസിപ്പൽ കോടതിയിൽ പരാതി കൊടുത്തു അഡ്വക്കേറ്റ് കമ്മീഷൻ. ഈ സമയത്ത് തെരഞ്ഞെടുപ്പ് നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞ് മാനേജരും സെക്രട്ടറിയും ചേർന്ന് ബെറു ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. കർമ്മസമിതി ആ കേസിൽ കീഴ്ക്കോടതിക്ക് പോലും ഇവിടെ ഇലക്ഷൻ നടത്താൻ കഴിയാത്ത സാഹചര്യമാണെന്ന് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് നടത്താനുള്ള തീരുമാനം ഉത്തരവായിട്ടിടുകയും അഡ്വക്കേറ്റ് കമ്മീഷനെ വെക്കുകയും ചെയ്തു. വിവിധ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരെ അണിനിരത്തിയാണ് കർമ്മസമിതി തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നത്. തെരഞ്ഞെടുപ്പിന് അവസരമൊരുക്കിയില്ലെങ്കിൽ ശക്തമായ സമര പ്രക്ഷോഭങ്ങൾക്ക് പുനലൂർ വേദിയാകുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നു, മാനേജരും സെക്രട്ടറിയും തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ജനാധിപത്യ പ്രക്രിയയെ ബഹുമാനത്തോടുകൂടി നോക്കിക്കണ്ടവർ വരട്ടെ. അതിന് പകരം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി വരുന്ന ഒരാഴ്ച കാലം വീണ്ടും ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാൻ അവർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചോ ഏതെങ്കിലും രൂപത്തിൽ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ഇനി പുനലൂരിൽ പത്തനാപുരം താലൂക്ക് സമാജത്തിന്റെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ അട്ടിമറിക്കാൻ പരിശ്രമിച്ചാൽ അതിശക്തമായ തുടർ പ്രക്ഷോഭം താലൂക്ക് സമാജ കർമ്മസമിതിയും പുനലൂരിലെ പൊതു രാഷ്ട്രീയ നേതൃത്വം സ്വീകരിക്കും. 100 കോടിയിലധികം രൂപയുടെ ആസ്തിയുള്ള സ്ഥാപനമാണ് താലൂക്ക് സമാജം. എന്നാൽ അംഗങ്ങളുടെ പിന്തുണയില്ലാതെ ഇത് ചാരിറ്റബിൾ ട്രസ്റ്റായി രജിസ്റ്റർ ചെയ്തു. ഇതിനെ തുടർന്നാണ് കർമ്മസമിതി രംഗത്ത് വന്നത്. നിലവിലെ ഭരണസമിതി അധികാരത്തിൽ വന്ന ശേഷം 2 കോടിയോളം രൂപയുടെ വരുമാനം സമാജത്തിനുണ്ടായതായി കർമ്മസമിതി വ്യക്തമാക്കി. എന്നാൽ ഏകദേശം 34 ലക്ഷത്തോളം രൂപ മാത്രമാണ് ഇതുവരെ ചെലവായിട്ടുള്ളത്. ശേഷിക്കുന്ന 1.5 കോടിയോളം രൂപ ക്രമവിരുദ്ധമായി സമാജം മാനേജർ കൈവശം വെച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് നടന്ന് പുതിയ ഭരണസമിതി വന്നാൽ ഈ പണത്തെക്കുറിച്ച് ചോദ്യമുണ്ടാകും. ഇത് ഒഴിവാക്കാനാണ് മാനേജർ തെരഞ്ഞെടുപ്പ് തടയാൻ നീക്കം നടത്തുന്നതെന്നും നേതാക്കൾ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടാണ് മാനേജർ നടത്താത്തത്? താലൂക്ക് സമാജം ബയല അനുസരിച്ച് താലൂക്ക് സമാജ ഫണ്ടുകൾ വിനിയോഗം ചെയ്യേണ്ട അക്കൗണ്ട് സെക്രട്ടറിയുടെ പ്രസിഡന്റിന്റെ പേരിലാണ്. പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി സാർ ആയിപ്പോയതുകൊണ്ട് തന്നെ ആ ബാങ്ക് അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ചാൽ പിന്നീട് മാനേജർക്ക് ഇഷ്ടാനുസരണം പണം എടുക്കാൻ കഴിയാത്തത് കൊണ്ട് 2 കോടിയോളം രൂപ 2010 മുതൽ 2013 വരെ ഈ സമാജത്തിൽ വന്നത് ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ടില്ല. അതിന് പ്രോപ്പർ കണക്കില്ല. താലൂക്ക് സമാജം അംഗങ്ങളെ ബയല അനുസരിച്ച് പൊതുയോഗം കൂടി വർഷാവർഷം കണക്ക് വായിച്ചു കേൾപ്പിച്ചിട്ടില്ല. അതിന്റെ ചെലവ് മാക്സിമം പോയാൽ 30 ലക്ഷം രൂപയാണ്. ഏതാണ്ട് 1.5 കോടിയിലധികം രൂപ നിയമവിരുദ്ധമായി മാനേജർ കൈവശം വെച്ചിരിക്കുകയാണ്. അതിന്റെ രേഖകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഹാജരാക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഇപ്പൊ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചാൽ ഈ പൈസയുടെ കണക്ക് വെക്കേണ്ട. പുതിയ അധ്യയന വർഷമായി അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഇത് ചെലവാക്കാം. അതാണ് അതിന്റെ പ്രശ്നം. വാർത്താ സമ്മേളനത്തിൽ ടൈറ്റസ് സെബാസ്റ്റ്യൻ, എസ് നൌഷറുദ്ദീൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം താലൂക്ക് സമാജം ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഈ മാസം 18-ന് പുനലൂർ ചെമ്മന്തൂർ ഹൈസ്കൂളിൽ നടക്കും. ഹൈക്കോടതി നിയോഗിച്ച കമ്മീഷനാണ് തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുക. തിരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥം കർമ്മസമിതിയുടെ കൺവെൻഷൻ ഞായറാഴ്ച പുനലൂരിൽ നടക്കും.
2012 ഡിസംബറിൽ നടക്കേണ്ട തെരഞ്ഞെടുപ്പാണ് ഈ മാസം നടക്കുന്നത്. 18-ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിനായി ഹൈക്കോടതി നിയോഗിച്ച അഡ്വക്കേറ്റ് കമ്മീഷൻ ഒരുക്കങ്ങൾ നടത്തിവരികയാണ്. നിലവിലെ ഭരണസമിതിക്കെതിരെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരുടെ പാനൽ ഉയർത്തി കർമ്മസമിതിയും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ രംഗത്തുണ്ട്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 11-ന് വൈകിട്ട് 4-ന് പുനലൂർ NSS ഓഡിറ്റോറിയത്തിൽ കൺവെൻഷൻ ചേരുമെന്ന് കർമ്മസമിതി നേതാവ് MA രാജഗോപാൽ അറിയിച്ചു. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നാളെ വൈകിട്ട് 4 മണിക്ക് പുനലൂർ NSS ഓഡിറ്റോറിയത്തിൽ നടക്കും. നമ്മുടെ ജില്ലയിലെ തന്നെ പ്രമുഖ രാഷ്ട്രീയ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിലെ ആളുകൾ പങ്കെടുക്കും. 100 കണക്കിന് താലൂക്ക് സമാജം മെമ്പർമാർ ആ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കും. NB ജോണിനെ പ്രസിഡന്റായും N മഹേഷിനെ മാനേജരായും അശോക് B വിക്രമനെ സെക്രട്ടറിയായുമുള്ള പാനലാണ് കർമ്മസമിതി അവതരിപ്പിക്കുന്നത്. അടൂർ NJ പ്രസാദ്, CP ശാമുവേൽ, അഡ്വക്കേറ്റ് പ്രദീപ് ചന്ദ്രൻ, K വിജയകുമാർ, അഡ്വക്കേറ്റ് SM ഖലീൽ, C വിജയകുമാർ എന്നിവരാണ് എക്സിക്യൂട്ടീവ് സമിതിയിലേക്കുള്ള പാനലിൽ മത്സരിക്കുന്നത്. പുനലൂരിലെ പൊതു രാഷ്ട്രീയ നേതൃത്വവും കർമ്മസമിതിയും ചേർന്നാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിർണയിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ പ്രസിഡന്റായിട്ട് മത്സരിക്കുന്നത് ശ്രീ NB ജോണാണ്. സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കെ സത്യസന്ധമായ പ്രവർത്തനത്തിന് ഏവരുടെയും അംഗീകാരം പിടിച്ചു പറ്റുകയും കേരള NGO യൂണിയന്റെ സംസ്ഥാന ട്രഷററായിട്ട് പ്രവർത്തിക്കുകയും ചെയ്ത ആളാണ് NB ജോൺ. ഞങ്ങൾ മാനേജരായിട്ട് നിർത്തിയിട്ടുള്ളത് ഈ കൊല്ലം ജില്ല കണ്ട ഏറ്റവും മികച്ച ഭരണാധികാരി, അഴിമതിക്കാരനല്ല എന്ന് ഏവരും അംഗീകരിച്ച ആള്, ശബരിമലയിൽ പോലും സ്പെഷ്യൽ ഓഫീസറായിട്ട് കോടതി നിയോഗിച്ച ആളുമായിട്ടുള്ള N മഹേശൻ. അദ്ദേഹത്തെ ഞങ്ങൾ മാനേജരായിട്ട് മത്സരിപ്പിക്കുകയാണ്. വ്യാപാരി വ്യവസായി സമൂഹം കർമ്മസമിതിയുമായി ചർച്ച ചെയ്ത് അശോക് B വിക്രമനെ ഇതിന്റെ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കണം എന്ന് നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചിട്ടിക്കമ്പനി നടത്തി ഇടപാടുകാരിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ പ്രതികളായ സ്ഥാപന ഉടമകളെ കടയ്ക്കൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. പ്രതികളെ കടയ്ക്കലിലെ സ്ഥാപനത്തിലെത്തിച്ച് തെളിവെടുത്തു. സ്ഥാപനത്തിൽ നിന്നും നിരവധി രേഖകൾ പോലീസ് പിടിച്ചെടുത്തു. ചിതറയിൽ പ്രവർത്തിച്ചിരുന്ന സൌപർണിക എന്ന സ്വകാര്യ ചിട്ടിക്കമ്പനി നടത്തിപ്പുകാരായ പാരിപ്പള്ളി കരിമ്പള്ളൂർ ശ്യാം മന്ദിരത്തിൽ ശ്യാം, പള്ളിക്കൽ പകൽക്കുറി വാഴപ്പിള്ളിയിൽ രാജേഷ് എന്നിവരെയാണ് കടയ്ക്കൽ പോലീസ് സ്ഥാപനത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. ചിതറയിൽ മാത്രം 40ഓളം പേരാണ് ഇവരുടെ തട്ടിപ്പിനിരയായത്. കഴിഞ്ഞ മാസം ആറ്റിങ്ങൽ പോലീസാണ് ഇവരെ പിടികൂടിയത്. ആറ്റിങ്ങൽ, കടയ്ക്കൽ, അയിരൂർ, കുണ്ടറ, കരുനാഗപ്പള്ളി തുടങ്ങിയ സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ നിരവധി പരാതികളുണ്ട്. 5 ദിവസത്തേക്കാണ് ഇവരെ കടയ്ക്കൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. കടയ്ക്കൽ SI S ബിനോജിന്റെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടന്നത്. സ്ഥാപനത്തിൽ നിന്നും നിരവധി രേഖകൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. പ്രതികൾ പിടിയിലായതറിഞ്ഞ് നിരവധി ഇടപാടുകാർ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. തെളിവെടുപ്പ് നടക്കുന്നതറിഞ്ഞ് നാട്ടുകാർ സ്ഥാപനത്തിന് മുന്നിൽ തടിച്ചുകൂടിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. തൂക്കുപാലത്തിന് പിന്നാലെ സമീപത്തെ വലിയ കോൺക്രീറ്റ് പാലവും തകർച്ച നേരിടുന്നു. 43 വർഷം പഴക്കമുള്ള പാലം നിർമ്മാണത്തിന് ശേഷം നാളിതുവരെ അറ്റകുറ്റപ്പണികളൊന്നും നടത്തിയിട്ടുമില്ല. പാലത്തിന്റെ ബലക്ഷയം വിലയിരുത്താൻ പോലും ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല. പുരാവസ്തു വകുപ്പ് സംരക്ഷിത സ്മാരകമായി ഏറ്റെടുത്ത തൂക്കുപാലത്തിന് സമീപത്താണ് വലിയ കോൺക്രീറ്റ് പാലം തകർച്ച നേരിടുന്നത്. 43 വർഷം പഴക്കമുള്ള പാലത്തിൽ നാളിതുവരെ അറ്റകുറ്റപ്പണികൾ നടത്താതെ വന്നതോടെ പാലം വലിയ തകർച്ചാ വെല്ലുവിളി നേരിടുകയാണ്. 1971 ഡിസംബർ 14-ന് മന്ത്രി TK ദിവാകരനാണ് പാലം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയത്. ഇതിനു മുൻപ് വരെ 1871 സ്ഥാപിതമായ ചരിത്രപ്രസിദ്ധമായ പുനലൂർ തൂക്കുപാലത്തിലൂടെയായിരുന്നു സഞ്ചാരം. എന്നാൽ കാലക്രമേണ പാലത്തിനുണ്ടായ ബലക്ഷയം കാൽനട പോലും ദുർഘടമാക്കിയ ഘട്ടത്തിലാണ് പുതിയ വലിയ കോൺക്രീറ്റ് പാലം യാഥാർത്ഥ്യമായത്. കല്ലടയാറിന്റെ ഇരുകരകളിലുമായി രൂപപ്പെട്ട പട്ടണത്തിന്റെ വ്യാവസായിക വളർച്ചയ്ക്ക് വലിയ ഒരു പങ്ക് വഹിച്ചത് ഈ പാലമാണ്. തെന്മലപ്പാത യാഥാർത്ഥ്യമാകുന്നതിന് മുൻപേ തമിഴ്നാടിനെ ബന്ധിപ്പിക്കുന്ന ഏകപാതയും ഇതുതന്നെയായിരുന്നു. പാലത്തിന്റെ ബലക്ഷയം രൂക്ഷമായാൽ കിഴക്കൻ മേഖലയുമായുള്ള ബന്ധം മുറിയാൻ ഇത് ഇടയാക്കും. ഈ പാലത്തിനെ പ്രാധാന്യത്തോടെ കാണുന്നതിൽ ദേശീയപാത വിഭാഗം അലംഭാവം കാട്ടുന്നതായി ആരോപണമുണ്ട്. കഴിഞ്ഞ പദ്ധതിയിൽ പാലം അറ്റകുറ്റപ്പണികൾക്കായി ലക്ഷങ്ങൾ അനുവദിച്ചെങ്കിലും യാതൊരുവിധ നവീകരണ പ്രവർത്തികളും നടത്തിയിട്ടില്ല. ഇന്ന് പാലത്തിന്റെ സ്ഥിതി അതീവ ദയനീയമാണ്. തൂക്കുപാലത്തിൽ നിന്നും എടുത്തുമാറ്റപ്പെട്ട ജലസേചന വകുപ്പിന്റെ കൂറ്റൻ പൈപ്പ് ലൈനുകൾ കോൺക്രീറ്റ് പാലത്തിൽ സ്ഥാപിച്ചത് ബലക്ഷയത്തിന് ആക്കം കൂട്ടുന്നുണ്ട്. തൂണുകളിൽ ആലുകിളിർത്ത് തകർന്നു തുടങ്ങി. ഇരുവശങ്ങളിലുമുള്ള കൈവരികൾ തകർന്ന കമ്പികൾ അസ്ഥികൾ പോലെ തെളിഞ്ഞു കാണാം. അമിതഭാരം കയറ്റിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ പാലത്തിൽ അതിശക്തമായ കുലുക്കവും അനുഭവപ്പെടുന്നുണ്ട്. ഇനിയും പാലത്തിൽ അധികൃതരുടെ ശ്രദ്ധ പതിഞ്ഞില്ലെങ്കിൽ പുനലൂരിന് നടക്കുന്ന സംഭവ വികാസങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ പത്തനാപുരത്തെ ട്രാഫിക് ഹോംഗാർഡുകൾ ദുരിതമനുഭവിക്കുന്നു.
ജോലിക്ക് ആവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കി നൽകാത്തതിനെ തുടർന്ന് ദിവസവേതനക്കാരായ ഹോംഗാർഡുകൾ സേവനം മതിയാക്കാനുള്ള ഒരുക്കത്തിലാണ്. പത്തനാപുരം പട്ടണത്തിലെ നിയന്ത്രണമില്ലാത്ത ഗതാഗത പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ് 8 പേരടങ്ങുന്ന ട്രാഫിക് ഗാർഡുമാരെ നിയമിച്ചത്. സർക്കാർ നിർദ്ദേശപ്രകാരം ജില്ലാ പോലീസ് സൂപ്രണ്ട് നിയമിച്ച ഗാർഡുകൾ ദിവസവേതനാടിസ്ഥാനത്തിലാണ് ജോലി ചെയ്യുന്നത്. ഇന്ത്യൻ സേനയിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്നും വിരമിച്ചവരാണ് ഇവർ. എന്നാൽ ഇവർക്കാവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കി നൽകാൻ അധികൃതർ ഇനിയും തയ്യാറായിട്ടില്ല. പത്തനാപുരം പട്ടണത്തിൽ മുൻപ് പ്രവർത്തിച്ചിരുന്ന പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടമാണ് ഹോംഗാർഡുകൾക്കായി വിട്ടു നൽകിയിരിക്കുന്നത്. ഇതാകട്ടെ ഏതു നിമിഷവും തകർന്നു വീഴാറായ അവസ്ഥയിലാണ്. ശക്തമായി പെയ്യുന്ന മഴയിൽ ഓഫീസിൽ ഇരിക്കാൻ സാധിക്കാതെ സമീപത്തെ കടകളിൽ കയറി നിൽക്കേണ്ട ഗതികേടിലാണ് ഹോംഗാർഡുകൾ. രാവിലെ മുതൽ രാത്രി വൈകിയും സേവനമനുഷ്ഠിക്കേണ്ടി വരുന്ന ഹോംഗാർഡുകൾക്ക് ആവശ്യമായ റിഫ്ലക്ടിംഗ് വസ്ത്രങ്ങളോ മഴയും വെയിലുമേറ്റ് സേവനം നൽകുന്ന ഇവർക്ക് കുടകളോ റെയിൻകോട്ടുകളോ ഇതുവരെയും ലഭ്യമാക്കിയിട്ടുമില്ല. അധികൃതരുടെ ഇത്തരം ക്രൂരത കാരണം പല ഹോംഗാർഡുകളും ജോലിയിൽ നിന്നും സ്വയം വിരമിക്കുന്ന അവസ്ഥയാണ്. ഇപ്പോൾ ഏതാനും ഹോംഗാർഡുകൾ മാത്രമേ സേവനമനുഷ്ഠിക്കുന്നുള്ളൂ. എന്നാൽ ജോലിയിലെ ബുദ്ധിമുട്ടുകൾ കാരണം ഇവരും ജോലി ഒഴിയാനുള്ള ഒരുക്കത്തിലാണ്. ഹോംഗാർഡുകൾക്ക് അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കി നൽകണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സംരക്ഷിത സ്മാരകമായ പുനലൂർ തൂക്കുപാലത്തിന്റെ നവീകരണം ആവശ്യപ്പെട്ട് തൂക്കുപാലം സംരക്ഷണ സമിതി 2ാം ഘട്ട സമരം തുടങ്ങുന്നു. സമരത്തിന്റെ ഭാഗമായി മെയ് 22-ന് സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ളവർ ഉപവസിക്കും. തകർച്ചയിലായ തൂക്കുപാലം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് രൂപം കൊണ്ട സംഘടനയാണ് തൂക്കുപാലം സംരക്ഷണ സമിതി. സിനിമാ സംവിധായകൻ MA നിഷാദിന്റെ നേതൃത്വത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സംഘടിപ്പിച്ച സമരത്തിന്റെ 1ാം ഘട്ടമെന്ന നിലയിൽ ഒപ്പുശേഖരണം നടത്തിയിരുന്നു. വൻ ജനപങ്കാളിത്തമാണ് ഇതിന് ലഭിച്ചത്. ശേഖരിച്ച ഒപ്പുകൾ നിവേദനമാക്കി മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചതിനെ തുടർന്നാണ് 2ാം ഘട്ട സമരപരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത്. തൂക്കുപാലത്തിനടുത്തുള്ള ഗാന്ധി പ്രതിമയ്ക്ക് സമീപം ഏകദിന ഉപവാസത്തോടെയാണ് 2ാം ഘട്ട സമരത്തിന് തുടക്കം കുറിക്കുക. കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക നായകന്മാരും ചലച്ചിത്ര താരങ്ങളും ഉപവാസത്തിന് അഭിവാദ്യമർപ്പിക്കാൻ പുനലൂരിൽ എത്തിച്ചേരുമെന്ന് സംഘാടകരായ സംവിധായകൻ MA നിഷാദ്, AK നസീർ, കലേനാട് സൂരജ്, സനൽകുമാർ എന്നിവർ അറിയിച്ചു. പുനലൂർ തൂക്കുപാല സംരക്ഷണ സമിതിയുടെ 2ാം ഘട്ട സമരത്തിലേക്ക് ഞങ്ങൾ കിടക്കുകയാണ്. 136 വർഷത്തെ പാരമ്പര്യമുള്ള ഇന്ത്യയിലെ 2ാമത്തെ തൂക്കുപാലമാണ് പുനലൂർ തൂക്കുപാലം. അതിലൊരു ചരിത്രം, ഈ പുനലൂർ തൂക്കുപാലം നിർമ്മിച്ചത് ഹെൻറി എന്ന് പറഞ്ഞൊരു സാഹിബ്. ഹംഗറിയിലെ 2 ഗ്രാമങ്ങളുണ്ട്, ബുഡയും വെസ്റ്റും. രണ്ടും കൂടി ചേർന്നാൽ ബുഡാപെസ്റ്റ് എന്ന് പറയും. ആ 2 ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച ഒരു ജയന്റ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. അതിന്റെ അതേ രൂപകൽപ്പന ഡിറ്റോ ആണ് നമ്മുടെ പുനലൂർ തൂക്കുപാലം. നമ്മുടെ പുരാവസ്തു വകുപ്പും ടൂറിസം വകുപ്പും ഫോറസ്റ്റും എല്ലാ വകുപ്പുകളെല്ലാം കൂടി ചേർന്ന് ഇതിനെ അവഗണനയുടെ പാതയിലിട്ട് സാമൂഹ്യ വിരുദ്ധരെ കൊണ്ട് അതുപോലെ തന്നെ പബ്ലിക് ടോയ്ലറ്റായിട്ട് മാറിയിരിക്കുകയാണ് പുനലൂർ തൂക്കുപാലം. കൽക്കട്ടയിലെ ഔറ ബ്രിഡ്ജ് എങ്ങനെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു? പുനലൂരിനെ സംബന്ധിച്ചോളം പുനലൂരിന്റെ മനോഹാരിത ഇതുവരെ ഇത്രയും ടൂറിസത്തിൽ ഫെർട്ടൈൽ ആയിട്ടുള്ളൊരു സ്ഥലം കേരളത്തിലില്ല. അത് പുറത്തോട്ട് കൊണ്ടുവരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് അതിന് ബാധ്യതയുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ ഈ സമരത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത്, പക്ഷെ ഇത് നമ്മുടെ നാടിൻ്റെ ഒരു വിഷയമാണ്. ഇതിൽ രാഷ്ട്രീയമില്ല, മറ്റ് ജാതിമത ഭേദമന്യേ എല്ലാ ജനങ്ങളും ഒരുമിക്കേണ്ട ഒരു കാലഘട്ടമാണ് എന്ന് ഞങ്ങൾക്ക് കരുതിയത് കൊണ്ട് തന്നെയാണ് ഈ 2ാം ഘട്ട സമരത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങുന്നത്. 2ാം ഘട്ട സമരം ഈ മെയ് 22 ഒരു ഉപവാസ സമരത്തിലൂടെയാണ് ഞങ്ങൾ രാവിലെ 10 മുതൽ വൈകുന്നേരം 6 മണി വരെ ഉപവാസം. ഈ ഘട്ടം കൊണ്ടൊന്നും ഇത് നേരെയായില്ലെങ്കിൽ ഇത് പുനർനിർമ്മിക്കുന്നത് വരെ, ഇനി അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ, പുനർനിർമ്മിക്കുന്നത് വരെ സംരക്ഷണ സമിതി സമര പരിപാടികളുമായി മുന്നോട്ട് പോകും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കാലപ്പഴക്കത്താൽ ബലക്ഷയ ഭീഷണി നേരിടുകയാണ് കോക്കാട് സർക്കാർ LP സ്കൂളിന്റെ ചുറ്റുമതിൽ. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോഴും ചുറ്റുമതിൽ പുനർനിർമ്മിക്കാൻ നടപടിയെടുത്തിട്ടില്ല. അധ്യയനം തുടങ്ങുമ്പോൾ ഇത് കുട്ടികൾക്ക് അപകട ഭീഷണിയാകും. കൊട്ടാരക്കര ബ്യൂറോയുടെ റിപ്പോർട്ട്. 90 വർഷത്തിലേറെ പഴക്കമുള്ളതാണ് സർക്കാർ LP സ്കൂളിന്റെ ചുറ്റുമതിൽ. ഇതുവരെ മതിൽ ബലപ്പെടുത്തുകയോ പുതിയ മതിൽ നിർമ്മിക്കുകയോ ചെയ്തിട്ടില്ല. ചുറ്റുമതിലിന്റെ അടിസ്ഥാനം പൂർണ്ണമായും ഇളകിപ്പോയ അവസ്ഥയിലാണ്. രാത്രികാലങ്ങളിൽ സാമൂഹിക വിരുദ്ധർ ഉൾപ്പെടെ സ്കൂളിനുള്ളിൽ തമ്പടിക്കുന്നുണ്ട്. കാലപ്പഴക്കം ചെന്നതോടെ മതിൽ ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞ് അപകട ഭീഷണി നിലനിൽക്കുന്നുണ്ട്. നിരവധി തവണ നാട്ടുകാർ വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് അധികൃതരെയും സ്കൂൾ അധികൃതരെയും വിവരമറിയിച്ചെങ്കിലും ഫലമുണ്ടായിട്ടില്ല. സ്കൂൾ തുറക്കുന്ന സമയത്ത് മതിലിൽ ചായം പൂശുക മാത്രമാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. സ്കൂളിനോട് ചേർന്ന
ജംഗ്ഷനിൽ യാത്രക്കാരും കുട്ടികളും ഈ ചുറ്റുമതിലിന് സമീപത്താണ് വിശ്രമിക്കാറുള്ളത്. ഏതു നിമിഷവും തകർന്നു വീഴാറായ ഈ മതിൽ പുതുക്കി പണിതില്ലെങ്കിൽ വൻ ദുരന്തത്തിന് സാധ്യതയുണ്ട്. വശത്തേക്ക് ചരിഞ്ഞ മതിലിൽ സമീപവാസികൾ ഇരിപ്പുറപ്പിക്കുന്നതും അപകട ഭീഷണിയുണ്ടാക്കുന്നുണ്ട്. അടുത്ത മാസം സ്കൂൾ തുറക്കാനിരിക്കെ മതിലിന്റെ അപകടാവസ്ഥ പരിഹരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല. 4ാം ക്ലാസ് വരെയുള്ള സ്കൂളിലെ കുരുന്നുകൾ കളിക്കുന്നതും ആഹാരം കഴിക്കുന്നതും ഈ മതിലിനോട് ചേർന്ന ഭാഗങ്ങളിലാണ്. മതിലിന്റെ തകർച്ച ഇവിടെ പഠിക്കാനെത്തുന്ന പിഞ്ചുമക്കൾക്കും അപകട ഭീഷണിയായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ശസ്ത്രക്രിയകൾ മുടങ്ങിയിട്ട് 1 മാസം പിന്നിടുന്നു. പുതിയ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ അണുവിമുക്തമാക്കി മാറ്റുന്നതിന്റെ മറവിലാണ് ആഴ്ചകളായി ശസ്ത്രക്രിയകൾ മുടങ്ങിയത്. ഇത് നിർധനരായ നിരവധി രോഗികളെയാണ് വലയ്ക്കുന്നത്. താലൂക്ക് ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്റർ അടച്ചിട്ടിരിക്കുന്നതാണ് ശസ്ത്രക്രിയയ്ക്ക് നിർദ്ദേശിക്കപ്പെട്ട രോഗികളെ വലയ്ക്കുന്നത്. ഒരു തരത്തിലുള്ള ശസ്ത്രക്രിയകളും ആശുപത്രിയിൽ ഇപ്പോൾ നടക്കുന്നില്ല. പുതിയ തിയേറ്ററിലേക്ക് ഉപകരണങ്ങൾ മാറ്റുന്നതിനാൽ ഒരാഴ്ച കാലത്തേക്ക് മാത്രമാണ് തിയേറ്റർ പ്രവർത്തിപ്പിക്കാത്തതെന്നാണ് റീജിയണൽ മെഡിക്കൽ ഓഫീസർ ഡാർവിൻ പറയുന്നത്. എന്നാൽ 1 മാസത്തോളമായി ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തിക്കുന്നില്ലെന്നാണ് രോഗികൾ വ്യക്തമാക്കുന്നത്. ദിവസങ്ങളോളം പൂട്ടിയിട്ടേക്കുവാണ് ഈ ഓപ്പറേഷൻ തിയേറ്റർ. ഇവിടെ വരുന്ന ആൾക്കാർ ചികിത്സിക്കാൻ അവർ റെഫർ ചെയ്ത് വെളിയിൽ പോകാനാണ് പറയുന്നത്. അവർക്ക് ടൈമില്ല, ഓപ്പറേഷൻ തിയേറ്റർ ഒന്നേ ഉള്ളൂ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാധാരണപ്പെട്ട ആൾക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവർ നേരെ വെളിയിലേക്ക് റെഫർ ചെയ്യുകയാണ്. ആവശ്യത്തിന് ഡോക്ടർമാരില്ല. നേഴ്സുമാർ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാൻ മനസ്സിലാവും. അവർക്കൊന്നും അറിയില്ല, ഡോക്ടറില്ല എന്നുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾ, വളരെയധികം. ശസ്ത്രക്രിയ ആവശ്യമുള്ള എല്ലാ രോഗികളെയും മറ്റ് ആശുപത്രികളിലേക്ക് റെഫർ ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പ്രസവ ചികിത്സയ്ക്ക് താലൂക്ക് ആശുപത്രിയെ ആശ്രയിക്കുന്നവരാണ് ഇപ്പോൾ ഏറെ വലയുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വരെ ഇവരെ റെഫർ ചെയ്യുന്നുണ്ട്. സാമ്പത്തികമായി ഏറെ പിന്നോക്കാവസ്ഥയിലുള്ളവരാണ് ഇവിടെ ചികിത്സ തേടി എത്തുന്നവരിൽ ഭൂരിഭാഗവും. സ്വകാര്യ ആശുപത്രികളിൽ ശസ്ത്രക്രിയയ്ക്കും പ്രസവ ചികിത്സയ്ക്കും വേണ്ടിവരുന്ന ചിലവ് താങ്ങാൻ നിർധനരായ ജനങ്ങൾക്ക് കഴിയില്ല. വാഹനാപകടങ്ങളിൽ ചികിത്സ തേടി എത്തുന്നവരെയും മറ്റ് ആശുപത്രികളിലേക്ക് പറഞ്ഞുവിടേണ്ടി വരുന്നുണ്ട്. പഴയ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നുള്ള ഉപകരണങ്ങൾ പുതിയ തിയേറ്ററിലേക്ക് മാറ്റുകയാണെന്നും ഇവ രോഗാണുമുക്തമാക്കുന്നത് സാക്ഷ്യപ്പെടുത്തുന്ന ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ പുതിയ തിയേറ്റർ പ്രവർത്തിപ്പിക്കാൻ കഴിയൂവെന്നും അധികൃതർ പറയുന്നു. പുതിയ ഓപ്പറേഷൻ തിയേറ്ററിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ട് നാളുകളേറെയായി. 2 മാസം മുൻപ് ഉദ്ഘാടനം നടത്തിയെങ്കിലും പ്രവർത്തനം ഇതുവരെ തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച എക്സ്റേ ലാബിന്റെ പ്രവർത്തനം വീണ്ടും നിലച്ചിട്ടുണ്ട്. ഉദ്ഘാടനം ചെയ്ത ദിവസങ്ങൾക്കകം ലാബിന്റെ പ്രവർത്തനം നിലച്ചത് വിവാദമായിരുന്നു. സാങ്കേതിക തകരാറിന്റെ പേരിൽ ലാബിന്റെ പ്രവർത്തനം വീണ്ടും മുടങ്ങിയിട്ട് ആഴ്ചകളായി. കെട്ടിട നിർമ്മാണം പൂർത്തിയായി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഉപകരണങ്ങൾ ലഭ്യമാക്കാത്തതിനാൽ ആശുപത്രിയിലെ ട്രോമോ കെയർ യൂണിറ്റ് ഇതുവരെയും പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പുനലൂരിലെ പട്ടികജാതി പട്ടികവർഗ സർവീസ് സഹകരണ സംഘത്തിന്റെ സ്കൂൾ വിപണി പ്രവർത്തനം തുടങ്ങി. ചെമ്മന്തൂരിൽ സംഘത്തിന്റെ ബാങ്കിനോട് ചേർന്നാണ് വിപണി പ്രവർത്തിക്കുക. വെള്ളിയാഴ്ച ബാങ്ക് അങ്കണത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് പുനലൂർ നഗരസഭ മുൻ വൈസ് ചെയർമാൻ കരിക്കത്തിൽ പ്രസേനൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാർക്കറ്റ് നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് വില നിലവാരം ദിനംപ്രതി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് അവരുടെ കുട്ടികൾക്കും സ്കൂളിൽ ആവശ്യമായ ബുക്കുകൾ അതുപോലെ ബാഗ് മറ്റ് സാധനങ്ങളും വില കുറച്ച് കൊടുക്കുന്നതിനുള്ള ഒരവസരം, ആ അവസരമാണ് ഇവിടുത്തെ SC/ST ബാങ്ക് ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് കെ വിജയൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി സി ബാലചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. പുനലൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ ജി വിശ്വനാഥൻ ആദ്യ വിൽപ്പനയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് കൌൺസിലർ വത്സ JP ജോൺ, മാർക്കറ്റിംഗ് സഹകരണ സംഘം പ്രസിഡന്റ് CK രാധാകൃഷ്ണൻ, സഹകരണ സംഘം ഇൻസ്പെക്ടർ G സജീവ് കുമാർ, ബാങ്ക് ഭരണസമിതി അംഗം C തുളസി തുടങ്ങിയവർ സംസാരിച്ചു. ഗുണമേന്മയുള്ള പഠനോപകരണങ്ങൾ പൊതുവിപണിയിലെ വിലയിലും കുറഞ്ഞ നിരക്കിൽ ഇവിടെ നിന്ന് ലഭ്യമാകും. സ്കൂൾ കോളേജ് സംബന്ധമായ ബുക്കുകൾ, ബാഗുകൾ, കുടകൾ, റെയിൻകോട്ടുകൾ തുടങ്ങി എല്ലാവിധ പഠനോപകരണങ്ങളുടെ ലഭ്യതയും ഇവിടെ ഉറപ്പാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കരുനാഗപ്പള്ളി സ്വദേശിയായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുടെ സ്വപ്നമായ പാരാഗ്ലൈഡർ പരീക്ഷണ പറക്കലിനായി തമിഴ്നാട്ടിലേക്കുള്ള യാത്രക്കിടെ തെന്മലയിലെത്തി. കാലാവസ്ഥ അനുകൂലമെങ്കിൽ അംബാസമുദ്രത്തിലെ ഗ്ലൈഡിംഗ് മേഖലയിൽ ആനന്ദചന്ദ്രൻ എന്ന യുവ എഞ്ചിനീയറുടെ സ്വപ്നം പറന്നുയരും. തെന്മല ബ്യൂറോയുടെ റിപ്പോർട്ട്. തെന്മല ഡാമിന് സമീപം ഇരുചക്രവാഹനത്തിൽ വെച്ചുകെട്ടിയ ഈ യന്ത്രം ലൈവ് വാർത്തയുടെ ക്യാമറ കണ്ണിൽപ്പെട്ടത് യാദൃശ്ചികമായാണ്. അന്വേഷിച്ചപ്പോഴാണ് സംഗതി മനസ്സിലായത്. കരുനാഗപ്പള്ളി സ്വദേശിയായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ആനന്ദ് ചന്ദ്രൻ എന്ന ചെറുപ്പക്കാരന്റെ സ്വപ്ന സാക്ഷാത്കാരമാണിത്.
ആനന്ദ് ചന്ദ്രന്റെ മനസ്സിൽ വിരിഞ്ഞ ഗ്ലൈഡർ പരീക്ഷണ പറക്കലിനായി അംബാസമുദ്രത്തിലേക്കുള്ള യാത്രാമധ്യേയാണ് തെന്മലയിൽ എത്തിയത്. നാഗർകോവിലിൽ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കിയ ആനന്ദ് ചന്ദ്രനും കൂട്ടുകാരൻ കിരൺ കാർത്തികേയനും ചേർന്ന് നിർമ്മിച്ച ഈ കൊച്ചു ഗ്ലൈഡർ പാരാഗ്ലൈഡറായും ഉപയോഗിക്കാവുന്നതാണ്. ഇരുചക്രവാഹനത്തിന്റെ 2 സ്ട്രോക്ക് എഞ്ചിൻ ഘടിപ്പിച്ച ഗ്ലൈഡറിന്റെ പ്രൊപ്പല്ലർ തടി കൊണ്ട് നിർമ്മിച്ചതാണ്. ഓട്ടോറിക്ഷകളുടെ ചെയിനും ചില ഭാഗങ്ങളും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സിംഗിൾ റൈഡറായ ഈ ഗ്ലൈഡർ പരീക്ഷണ പറക്കലിനായി അംബാസമുദ്രത്തേക്ക് പോകുമ്പോൾ വിരമിച്ച വിംഗ് കമാൻഡർ SKJ നായരും ഒപ്പമുണ്ട്. ആനന്ദ് ചന്ദ്രന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ എല്ലാ സഹായവും നായർ ലഭ്യമാക്കിയിട്ടുണ്ട്. കുട്ടികളുണ്ടാക്കിയതാണ്, സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയതാണ്. അമച്വർ ബിൽഡ് പറക്കുമോ ഇല്ല എന്നുള്ളത് പരീക്ഷിക്കാനായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. 15,000 രൂപ ചെലവിലാണ് ഈ ഗ്ലൈഡർ നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ഗ്ലൈഡർ വാങ്ങണമെങ്കിൽ ലക്ഷങ്ങൾ ചെലവിടേണ്ടതുണ്ട്. അങ്ങനെയാണ് ചെലവ് കുറഞ്ഞ ഗ്ലൈഡർ നിർമ്മിക്കാൻ ആരംഭിച്ചതെന്നും ആനന്ദ് ചന്ദ്രൻ ലൈവ് വാർത്തയോട് പറഞ്ഞു. ഇത് പാരാഗ്ലൈഡറായിട്ട് ഉപയോഗിക്കാം. ഒരു 2 സ്ട്രോക്ക് മോട്ടോർ സൈക്കിളിൻ്റെ ഒരു എഞ്ചിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതും പ്രൊപ്പല്ലറാണ്. റിഡക്ഷൻ ഗിയറായിട്ട് ചെയിനും സൗകര്യം ചെയ്യാണ് റിഡക്ഷൻ ഗിയർ എടുത്തത്. ഇതിപ്പം ടെസ്റ്റ് ഡ്രൈവിനായിട്ട് കൊണ്ടുപോവാണ്. നേരത്തെ ഒരു സജീവ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ചെയ്ത ടെസ്റ്റ് ഡ്രൈവ് നടത്തിയ സ്ഥലത്തോട്ടാണ് കൊണ്ടുപോകുന്നത്. അത് ഇതുപോലെ ഇന്ത്യൻ എയർഫോഴ്സിലെ റിട്ടയർഡ് പൈലറ്റ് സാറാണ് അത് ടെസ്റ്റ് ഡ്രൈവ് നടത്തിയത്. 2 ആഴ്ചയോളം സമയം എടുത്ത് ചെയ്യാൻ. ഏകദേശം ഇത് വെറും ഇപ്പം ഒരു 15,000 രൂപ ചിലവായിട്ടുള്ളൂ. ഇതെല്ലാം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ 20 ലക്ഷം രൂപ 22 ലക്ഷം രൂപ ഓളാവും. അപ്പം അങ്ങനെ ഒരെണ്ണം ചെയ്യാമെന്നെങ്കിൽ ഇത്രയോ പൈസ ലാഭിക്കാമെന്നല്ല, വളരെ ചീപ്പായ റേറ്റിൽ ചെയ്തെടുക്കാം. സാമ്പത്തികമില്ലാത്തതിനാൽ ബൈക്കിൽ വെച്ചുകെട്ടി കൊണ്ടുപോകുന്ന ഈ സ്വപ്നം കാലാവസ്ഥ അനുകൂലമായാൽ അംബാസമുദ്രത്ത് പറന്നുയരും. ന്യൂസ് ബ്യൂറോ, തെന്മല. തെന്മല സെന്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയത്തിലെ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. വ്യാഴാഴ്ച രാവിലെ കൊച്ചി ഭദ്രാസനാധിപൻ യാക്കോബ് മാർ ഐറേനിയോസ് മെത്രാപ്പൊലീത്തയുടെ കാർമ്മികത്വത്തിൽ കൊടിയേറിയതോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. വൈകിട്ട് 6 നടന്ന ഭക്തിനിർഭരമായ റാസയിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഭക്തിനിർഭരമായ റാസയാണ് ഈ വഴിപ്പാറയിലൂടെ കടന്നു വരുന്നത്. അനുഗ്രഹം പ്രാപിക്കുവാനായി എല്ലാവരും ഭക്തിയോടെ കടന്നു വരണമെന്നുള്ളത്. അതിന്റെ പുറകില് പുരുഷന്മാര്, വൈദികര്, അത് ഏറ്റവും പുറകില് ഒരു വാഹനം കൂടി ക്രമീകരിച്ചിട്ടുണ്ട്. 2 ക്രമീകരണങ്ങൾ ചെയ്യുവാൻ തക്കോളം ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു. തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ 10 കൊടിയിറക്കത്തോടെ ആഘോഷങ്ങൾ സമാപിച്ചു. ഇടവക വികാരി ഫാദർ തോമസ് പി ചെറിയാൻ, കൈക്കാരൻ ലിജോ വർഗീസ്, സെക്രട്ടറി പി വർഗീസ് തുടങ്ങിയവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം മാങ്കോട് തട്ടാക്കുടി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന റാസയുടെ ദൃശ്യങ്ങൾ. റവന്യൂ ഉദ്യോഗസ്ഥർ ചമഞ്ഞ് പണം തട്ടിയ സംഭവത്തിൽ സ്ത്രീ ഉൾപ്പെടെ 2 പേരെ കടയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. അഞ്ചലിലും പരിസര പ്രദേശങ്ങളിലും മോഷണം തുടരുന്നു. ഏരൂർ മഹാഗണപതി ക്ഷേത്ര ശ്രീകോവിലിൽ കടന്ന മോഷ്ടാക്കൾ ദേവിയുടെ തിരുവാഭരണങ്ങളും നിലവിളക്കുകളും കവർന്നു. മോഷ്ടാക്കളെ അമർച്ച ചെയ്യണമെന്ന നാട്ടുകാരുടെ ആവശ്യം.
കടയ്ക്കലിൽ ചിട്ടിക്കമ്പനി നടത്തി പണം തട്ടിയ സ്ഥാപന ഉടമകളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുത്തു. നിരവധി രേഖകൾ പോലീസ് പിടിച്ചെടുത്തു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.